നോക്കൂ, 2024 ജൂലൈ 30 വയനാട്ടിലെ ഈ ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ജനങ്ങളാണ് നമ്മളെല്ലാവരും, അല്ലേ? ആ ദൃശ്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാനുള്ള സമയവുമായിട്ടില്ല. 8 മാസം മുമ്പാണ് ആ ദുരന്തമുണ്ടാകുന്നത്. എന്താണ് നമ്മളവിടെ കണ്ടത്? ഉറ്റവരായ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട മനുഷ്യർ, അല്ലേ? ഉണ്ടായിരുന്ന സ്വത്ത് അല്ലെങ്കിൽ വീട് അതൊക്കെ തകർന്ന് നാമാവശേഷമായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ. അങ്ങനെ അങ്ങേയറ്റം ദുരിതത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ മുഖങ്ങൾ നമ്മളുടെ ഒന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകേണ്ട സമയമായിട്ടില്ല. അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്താണ്? ഈ സമൂഹം ഒറ്റക്കെട്ടായി പറഞ്ഞത് എന്താണ്? ഇവരെ എല്ലാവരെയും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും, ഇവരെ മുഴുവൻ നമ്മൾ സഹായിക്കും, അവരെ മുഴുവൻ നമ്മൾ ശാക്തീകരിക്കും. ഈ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് കേരളം അവർക്കൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു, പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ജനവിഭാഗമാണ് നമ്മൾ, അല്ലേ? എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുന്ന ദൃശ്യം എന്താണ്? നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് അതേ മനുഷ്യർ പ്ലക്കാർഡുമായി വന്ന് ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് കേരളത്തോട് യാചിക്കുകയാണ്, ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന്. 8 മാസം കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ മനുഷ്യരൊക്കെ അതേ ദുരിതത്തിലും ദുഃഖത്തിലും ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വയനാട്ടിലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം സർക്കാർ ചില പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തിയല്ലോ. ആ ഇടപെടലുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആദ്യം പരിശോധിക്കണമല്ലോ. ആദ്യം പ്രഖ്യാപിച്ചു 300 രൂപ വീതം ദിനബത്ത കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു, അല്ലേ? 3 മാസത്തേക്ക് ദിനബത്ത കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. ശരിയാണ്, 3 മാസത്തേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 3 മാസത്തിൻ്റെ ഒരു പ്രത്യേകത? അതൊരു പ്രത്യേക കാലയളവാണ്. ആ കാലയളവിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവരെല്ലാം പുനരധിവസിക്കപ്പെടും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 മാസത്തെ ദിനബത്ത പ്രഖ്യാപിക്കുന്നത്. 3 മാസത്തെ ദിനബത്ത പ്രഖ്യാപിച്ചു, അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോഴേ 8 മാസമായി, 5 മാസമായിട്ട് ആ മനുഷ്യർക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ പുനരധിവസിപ്പിക്കട്ടോ? അവരാരും ഒരു പുനരധിവാസ സ്ഥലത്തേക്ക് മാറിയിട്ടില്ല, അവർക്കാർക്കും വീടുകളും കിട്ടിയിട്ടില്ല, അവർക്കാർക്കും തൊഴിലെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ദിനബത്ത എന്തായി? ദിനബത്ത നിന്നു. ഇനി അതുമാത്രമല്ലല്ലോ, അന്ന് അവരെ എല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു വാടക വീടുകളിലേക്ക്. എന്തായിരുന്നു സ്ഥിതി? വാടക കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കും എന്ന് പറഞ്ഞു. അതിനും ഒരു സമയം വെച്ചിരുന്നു. വാടക കൊടുത്തുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാടക കട്ടായി. എന്താ ഇപ്പോഴത്തെ അവസ്ഥയെന്നറിയാവോ? ഈ വാടക കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ KSEBക്കാരും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും അവരുടെ ബില്ലുകൾ വേവ് ഓഫ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വേവ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാവോ? ഈ വാടക കിട്ടാത്ത വീട്ടിലേക്ക് KSEBയുടെ ബില്ല് വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുന്നുണ്ട്. ഈ ബില്ലെല്ലാം ഇവർ അടയ്ക്കണം, വാടകയും കൊടുക്കണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ? നമുക്കറിയാമല്ലോ, ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ 2000 രൂപയുടെ കൂപ്പൺ, ഫുഡ് കൂപ്പൺ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. 2000 രൂപയുടെ ഫുഡ് കൂപ്പൺ കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ വന്നിട്ടാണ് ഈ മനുഷ്യരെല്ലാം ക്യൂ നിന്നിട്ട് ആ ഫുഡ് കൂപ്പൺ വാങ്ങിച്ചത്. ആ ഫുഡ് കൂപ്പൺ കൊടുത്തത് ഒരൊറ്റ പ്രാവശ്യമാണ്. ആ കൂപ്പണുമായിട്ട് മാവേലി സ്റ്റോറിൽ പോയിട്ട് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി ഈ വാടക വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെല്ലാം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പട്ടിണിയിലേക്ക് പോയി. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഒരു കെയറും അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിനപ്പുറത്ത് എന്ത് തെളിവാ വേണ്ടതെന്നേ. ഇനി ഞാൻ പറയട്ടെ, ഈ സ്കൂളുകളിലേക്ക് കുട്ടികളൊക്കെ പോയി തുടങ്ങിയെന്ന് പറഞ്ഞു. ശരിയാണ്, സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ വീടുകളിലുള്ളത്. അവർക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളുമുണ്ട്. ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികളിൽ ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്നേ. എന്താ പ്രശ്നം? അവർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടിട്ട് സ്പോൺസർമാരാണ് ആ പൈസ കൊടുത്തത്. ഞാനൊരു കണക്ക് പറയാം കേട്ടോ നിങ്ങളോട്. 740 കോടി രൂപയാണ് കേരളം പിരിച്ചു കൊടുത്തത് സർക്കാരിന്, അല്ലേ? വയനാട്ടിലെ ദുരന്തത്തെ നേരിടാൻ 740 കോടി രൂപ കേരളം പിരിച്ചു കൊടുത്തു. എത്ര കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്? നമ്മുടെ കണക്ക് പ്രകാരം 400 കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് എത്ര കോടി കൊടുക്കാനുണ്ട്? ഈ സർക്കാരിൻ്റെ പക്കൽ ഇപ്പോൾ തന്നെ 2 കോടിയോളം കൊടുക്കാനുണ്ടെന്നേ. 2 കോടി രൂപ ഒരു കുടുംബത്തിന് നിസാരം കൊടുക്കാവുന്ന പൈസ കയ്യിലിരിക്കുമ്പോഴാണ് സ്കൂളിലെ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല, ഫുഡ് കൂപ്പൺ കൊടുക്കുന്നില്ല, ദിനബത്ത കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ ഈ പറയുന്ന വാടക കൊടുക്കുന്നില്ല. ഈ എല്ലാ അസൗകര്യങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പേരിൽ കേരളം സംഭാവന ചെയ്ത പൈസ ട്രഷറിയിൽ കിടക്കുമ്പോഴാണ് ആലോചിക്കണം. അത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയല്ല, 2 കോടിയോളം രൂപയാണ്. ഞാനൊരു കാര്യം പറയാം. ഈ കുടുംബശ്രീ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. മൈക്രോ ഫാമിലി പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. എന്തായിരുന്നു? ജീവനോപാധികൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. എന്താണ് ആ പ്രോജക്റ്റ്? ഇപ്പോൾ പേപ്പർ ബാഗുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കുക, അതുപോലെ മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവിടെ, മൈലാഞ്ചി യൂണിറ്റ് ഉണ്ടാക്കുക, അതുപോലെ കവുങ്ങിൻ്റെ ഈ പട്ട കൊണ്ട് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ കടകൾ നഷ്ടപ്പെട്ടവർക്ക് ആ കടകൾ നിർമ്മിച്ചു കൊടുക്കുക. ഈ രീതിയിൽ കുടുംബശ്രീ ഒരു മൈക്രോ പ്രോജക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ ചിലവ് ആകെ എത്രയാണെന്നറിയാമോ? 6.5 കോടി രൂപയുടെ പ്രോജക്റ്റായിരുന്നത്. ഈ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ പ്രോജക്റ്റിലേക്ക്. നോക്കൂ, എന്തൊരു നിസ്സംഗതയാണ്. അതാണ് ഈ ചോദ്യം വളരെ കൃത്യമാണ്. സർക്കാർ നിസ്സംഗമാണെന്ന് ചോദിച്ചാൽ ഇതിനപ്പുറത്ത് എന്ത് ഉദാഹരണമാണെന്ന് വേണ്ടത്?
കഴിയാതെ ഒരു പൈസയും കയ്യിലില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തങ്ങളുടെ തൊഴിലും നഷ്ടപ്പെട്ട് വീടും നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും നഷ്ടപ്പെട്ട് അനാഥരായി നിൽക്കുന്ന മനുഷ്യർ കഴിഞ്ഞ 8 മാസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരെയും അടുത്ത നിമിഷം തന്നെ നമ്മൾ അങ്ങ് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ്, അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആ പ്രതിജ്ഞ എടുത്തിട്ട് എന്താണ് ഈ സർക്കാർ ചെയ്തത്? നിങ്ങൾക്ക് വേറെ കാര്യം അറിയാമോ? 42 വളരെ സീരിയസ് ആയ രോഗികളുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. ഈ മനുഷ്യരെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ വെയിൻ പൊട്ടിപ്പോയ ആളുകളുണ്ട്, അതേപോലെ തന്നെ നട്ടലിന് ഓപ്പറേഷൻ എടുക്കേണ്ടി വന്ന ആളുകളുണ്ട്, പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഈ 42 ആളുകൾ വളരെ ഗുരുതരമായ പരിക്കുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഈ വിഭാഗത്തോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അത് അതിദയനീയമാണ്, ദാരുണമാണ്. ഒരു കാര്യവും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളം പോലെ പ്രബുദ്ധമായ ഒരു സമൂഹത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവാദിത്തമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ദുരന്ത മുഖത്തേക്ക് എത്തിച്ചേർന്ന എത്രയോ മനുഷ്യന്മാർ എത്ര വലിയ ഔദാര്യത്തോടുകൂടി എത്ര വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങൾ നടത്തിയ ആരും തന്നെ അതിൻ്റെ പിന്നിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഈ റിപ്പോർട്ടർ TV അടക്കം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നല്ലോ അല്ലേ? ഒരു ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങൾ ആളുകളെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞൊരു ചാനലല്ലേ ഇത്? എന്നിട്ട് എന്താ സർക്കാർ പറഞ്ഞത്? സർക്കാർ ചെയ്യും എന്നാ പറഞ്ഞത്. ശരി, സർക്കാർ ചെയ്യട്ടെ, സർക്കാരിനാണല്ലോ പ്രാഥമികമായ ഉത്തരവാദിത്വം. കോൺഗ്രസ് പറഞ്ഞു 100 വീട് കൊടുക്കും അല്ലേ, രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് കൊടുക്കും എന്ന് പറഞ്ഞു, ലീഗ് പറഞ്ഞു 100 വീട് വെക്കും എന്ന് പറഞ്ഞു, DYFI പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് വെക്കും എന്ന് പറഞ്ഞു, KCBC പറഞ്ഞു, അങ്ങനെ പല സംഘടനകൾ പറഞ്ഞു, കൂടാതെ സ്വകാര്യ വ്യക്തികൾ പറഞ്ഞു ഞങ്ങൾ വീട് വെക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് 100 വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി ലീഗ് വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ കർണാടക സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്, തെലങ്കാന സർക്കാർ പറഞ്ഞില്ലേ 100 വീട് ഞങ്ങൾ ചെയ്തു തരാമെന്ന്. ഒരനക്കവും വെച്ചില്ല. എന്താ പറഞ്ഞത്? ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്നാണ് പറഞ്ഞത്. 8 മാസം കഴിഞ്ഞ് ഈ 27-ാം തീയതി തറക്കല്ലിടാൻ പോവുകയാണ്. എന്താ സ്ഥിതി? ഈ പറയുന്ന ഇന്നത്തെ വാർത്ത എന്താ? എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആദ്യം തന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും അങ്ങോട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ലാൻഡ് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അത് കോടതി കേസായി. അവിടുന്ന് പ്രതിസന്ധികൾ തുടങ്ങുകയാണ്, പ്രതിബന്ധങ്ങൾ തുടങ്ങുകയാണ്. ടൈറ്റിൽ സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ തർക്കം നടക്കുന്നു. ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിങ്ങൾ ഭൂമി എടുത്തോളൂ, പൈസ കൊടുത്താൽ മതി എന്ന് കോടതി പറയുന്നു. മുന്നോട്ടും നീങ്ങുന്നില്ല, ഒരു ഇഞ്ച് മുന്നോട്ടും നീങ്ങുന്നില്ല, പ്രതിസന്ധി തുടരുന്നു. അതേസമയം എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നിങ്ങളിപ്പോൾ ഇത്രയും സ്പോൺസേഴ്സ് വന്നല്ലോ, സർക്കാരിന് ഒരു മീറ്റിംഗ് വിളിക്കാം. മീറ്റിംഗ് സർക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ. സർക്കാരിന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് സ്പെസിഫിക്കേഷൻ പറയാമല്ലോ, ഇന്ന രീതിയിൽ വേണം വീടുകൾ വെക്കാൻ. അത് ഇനിയൊരു ദുരന്തം വന്നാൽ അതിനെ തടുക്കാൻ പറ്റുന്ന പ്രതിരോധശേഷിയുള്ള വീടുകളായിരിക്കണം. ആ രീതിയിലുള്ള സ്പെസിഫിക്കേഷനോടുകൂടി ഈ സ്പോൺസർമാർക്ക് ഈ അനുവാദം കൊടുത്തിരുന്നുവെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ ആളുകൾ ആ വീട്ടിൽ കയറി താമസിച്ചു കഴിഞ്ഞാൽ ഏതാനും വീടുകൾ തയ്യാറായിട്ടുണ്ടെന്നേ ഇതിനോടകം തന്നെ, അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. വേറൊരു തമാശ എന്താ? ഇന്നിപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി മാത്രം മതി എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും വീടുകൾ നിർമ്മിച്ചാൽ മതി. എന്താ കാര്യം? ആളുകൾ അവിടെ പോയിട്ട് പറഞ്ഞേ, ഇന്ന് നിങ്ങൾ വീടൊന്നും നിർമ്മിക്കേണ്ട, ഉള്ള പൈസയെങ്കിൽ തന്നാൽ മതി, 15 ലക്ഷമെങ്കിൽ 15 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ പൈസ വാങ്ങിച്ച് പോകാൻ നിൽക്കുകയാണ്. ആ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുക. എന്താ കാര്യം? കാത്തിരിക്കുകയാണെന്ന്. ഇത് എന്നങ്ങ് ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വീടുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. 7 സെൻറ്റിലേക്കാണ് ഈ പറയുന്ന വീട് വെക്കാൻ പോകുന്നത്. 1000 ചതുരശ്ര അടിയുടെ വീടാണ്. നല്ല പ്രോജക്റ്റാണ്, അക്കാര്യത്തിനകത്തൊന്നും എനിക്ക് സംശയമില്ല. അപ്പം നല്ലൊരു വീട് തന്നെയാണ്. പിന്നെ പ്രകാരമാണെങ്കിൽ ഒരു ലിവിംഗ് റൂമുണ്ട്, ഡൈനിങ് റൂമുണ്ട്, അടുക്കളയുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുണ്ട്, സ്റ്റഡി സ്പേസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു നിലയാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ അടുത്ത വളരെ ശക്തമായിട്ടാണ് പണിയുന്നത്. കാരണം വേണമെങ്കിൽ ഭാവിയിൽ ഒരു നില കൂടി വെക്കാൻ പാകത്തിൽ ആ രീതിയിലാണ് ആ വീടുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ അംഗനവാടി, അതേപോലെ പിന്നെ ഹോസ്പിറ്റൽ സൗകര്യം, കളിസ്ഥലം, ഈ രീതിയിൽ ഒരു ഓപ്പൺ മാർക്കറ്റ്, ഈ രീതിയിലൊക്കെയാണ് ആ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന മനുഷ്യരാരും ഈ 7 സെൻറ്റ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നത്തെ ഭൂരിഭാഗം ആളുകളും ക്ഷീര കർഷകരാണ്, പശുക്കളെയൊക്കെ വളർത്തുന്ന ആളുകളാണ്. അവർ വേറൊരു തരത്തിലുള്ള ഇക്കോ സിസ്റ്റത്തിൽ ജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടിയാണ്, അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നത് അവരുടെ തൊഴിലുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്താണ് അവർ യഥാർത്ഥത്തിൽ പുനരധിവസിപ്പിക്കപ്പെടേണ്ടത്. ഇനി അത് മാത്രവുമല്ല, ആദ്യം ഈ സർക്കാർ പറഞ്ഞത് എന്താണെന്നറിയോ? പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെയാണ് ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അത് കഴിഞ്ഞ് ഭാഗികമായി വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ ഇടം നൽകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമരം നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ വീടുകൾ നിലനിന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, അതൊന്നും പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ഭാഗികമായി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അവിടുത്തെ വഴി മുഴുവൻ പോയി, ആ ഏരിയ ഒറ്റപ്പെട്ടു പോയി. അവിടെ ഒന്നുമുള്ള ആളുകൾക്ക് ഒരു പരിഗണനയും ഈ ലിസ്റ്റിൽ കിട്ടുന്നില്ല.
ഈ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയ ആളുകളെ അടക്കം നമ്മൾ പുനരധിവസിപ്പിക്കുന്നല്ലേ ഒരു സർക്കാർ തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത്, നമ്മൾ ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെ അങ്ങ് സംരക്ഷിച്ചു കളയുന്ന പ്രതിജ്ഞയെടുത്ത ജനങ്ങളാണ്, അങ്ങനെ പ്രതിജ്ഞയെടുത്ത സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് ദിനംപ്രതി കൊടുത്തുകൊണ്ടിരുന്ന പൈസ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഈ നിമിഷം വരെ അവർ പുനരധിവസിക്കപ്പെട്ടിട്ടില്ല. അവരുടെ വീട്ടുവാടക കൊടുക്കുന്നില്ല. അവർക്ക് വീട്ടുവാടക കിട്ടാതിരിക്കുമ്പോൾ തന്നെ KSEBയുടെയും വാട്ടർ അതോറിറ്റിയും അടയ്ക്കേണ്ടി വരുന്നു. അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നില്ല. അവരുടെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ ഫീസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ചികിത്സ കിട്ടേണ്ടവർക്ക് ചികിത്സയും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ അർത്ഥത്തിൽ 8 മാസം കഴിയുമ്പോഴും ദുരന്തം എന്താണോ അവർ നേരിട്ട ദുരന്തം, അതിനുശേഷം ഈ ജീവിച്ചിരിക്കുന്നതിനകത്ത് തന്നെ ഇനി എന്തർത്ഥമാണ് ഉള്ളതെന്ന് തോന്നുന്ന വിധത്തിൽ മെൻ്റൽ ട്രോമയിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. മാനസികമായ പിരിമുറുക്കത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും പോകുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. കുറേ ആളുകൾ വന്ന് ഞങ്ങൾക്ക് കുറേ ഉറപ്പുകൾ നൽകി, സർക്കാരും ഉറപ്പ് നൽകി, പക്ഷേ ആരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് കാണുന്ന വിഷ്വൽ ഉണ്ടല്ലോ, നിങ്ങൾ കാണണമെന്നേ. പ്ലക്കാർഡ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആളുകൾ നിൽക്കുന്നു, കുട്ടികളും സ്ത്രീകളും അടക്കം. ഞങ്ങളെ ഒന്ന് രക്ഷിക്കും, ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കേരളം പോലൊരു സംസ്ഥാനത്തുണ്ടാകുന്നത് ശരിയാണോ? 400 കുടുംബങ്ങളുടെ പ്രശ്നമാണ്, പരമാവധി 1200 1500 മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാം. ആ പൈസ ട്രഷറി കിടക്കുമ്പോഴാണെന്നേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. 300 രൂപ കൊടുക്കാൻ കഴിയാത്തത്, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാത്തത്, ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത്. 740 കോടി രൂപയാണ് ഈ കേരളം പിരിച്ചു കൊടുത്തത് ഈ സർക്കാരിന്. അപ്പോൾ സർക്കാർ പൂർണ്ണമായി ഇക്കാര്യത്തിൽ നിസ്സംഗത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിസ്സംഗമായ സമീപനമാണ്. ഇടയ്ക്കിടയ്ക്ക് രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി വന്നിരുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ളതല്ലാതെ പിന്നെ എപ്പോഴും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയും. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തെ വീഴ്ചയെക്കുറിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്, കാരണം ആദ്യം കേരളം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ടല്ലോ, നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ആ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ കേരളം എത്രമാത്രം പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സർക്കാരും പരിശോധിക്കണം, ഭരിക്കുന്ന പാർട്ടിയും പരിശോധിക്കണം, കേരളത്തിലെ ജനങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വയനാട്ടിലെ ഈ മനുഷ്യരെ ജൂലൈ 30 രാത്രിയിൽ എങ്ങനെയാണോ ആ മനുഷ്യമുഖങ്ങൾ നമുക്ക് മുമ്പിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞത്, അതേ അവസ്ഥയിൽ തന്നെ അവരിപ്പോഴും തുടരുന്നു 8 മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങേയറ്റം ഗതികെട്ടൊരു കാര്യമാണ്. ഈ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്താണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിമനോഹരമായൊരു ടൗൺഷിപ്പ് അങ്ങുണ്ടാക്കും. ഈ ടൗൺഷിപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നിർവഹിക്കും. എത്ര സമയം എടുക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ ഷോക്കേസ് ചെയ്യപ്പെടുമെന്നേ കേരളത്തിൽ. എന്താണ് വയനാട് പുനരധിവാസം അത്ര ഗംഭീരമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. കോവിഡ് കാലത്ത് വളരെ മനോഹരമായിട്ട് ആ ദുരന്തത്തെ നന്നായി ഇലക്ട്രലി ഉപയോഗിച്ച ഒരു മെക്കാനിസം ഉണ്ടല്ലോ CPMൻ്റെയും സർക്കാരിൻ്റെയും. അതേപോലൊരു സാധനമായിട്ട് ഈ ഷോക്കേസ് ചെയ്യപ്പെടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണോ ഇത് എന്ന് പോലും രാഷ്ട്രീയമായൊരു സംശയം ഉണ്ടായാൽ ആ സംശയത്തൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. സർക്കാർ വരുത്തിയ ഈ വീഴ്ചയ്ക്ക് മുമ്പിൽ നിസ്സംഗമായി കേരളം നിന്നുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ മനുഷ്യരിപ്പോഴും ഏത് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരാണോ അതിനേക്കാൾ വലിയ മാനസിക ദുരന്തത്തിലാണ് ഇപ്പോൾ ആ മനുഷ്യരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എൻ്റെ മറുപടി, ഈ സംസ്ഥാന സർക്കാർ വയനാട് വിഷയത്തിൽ നിസ്സംഗമാണ് എന്ന് തന്നെയാണ്. Meet the editors.